23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ന്യൂഡൽഹിയിൽ സ്വാഗതം ചെയ്യും. ഇന്ത്യയിൽ അമേരിക്ക ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സമയത്താണ് പുടിന്റെ സന്ദർശനം എന്നതും വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച നടക്കുന്ന ഉച്ചകോടിയിൽ വ്യാപാര ഊർജ്ജ പങ്കാളിത്തങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കൊപ്പം പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. സന്ദർശനത്തിന് മുന്നോടിയായി ഇന്ത്യയുമായുള്ള ഒരു പ്രധാനപ്പെട്ട പ്രതിരോധ കരാറിലും മോസ്കോ ഒപ്പുവെച്ചിരുന്നു. ഇത് ഉഭയകക്ഷി സൈനിക സഹകരണത്തിന്റെ കെട്ടുറപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെയാണ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തിന് സ്വകാര്യ അത്താഴ വിരുന്ന് നൽകും. കഴിഞ്ഞ വർഷം മോസ്കോ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദിക്കായി റഷ്യൻ പ്രസിഡന്റ് അവിടെ വിരുന്നൊരുക്കിയിരുന്നു. റഷ്യയുടെ Su-57 യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് നൽകുന്ന കാര്യത്തിലും ഇരുകൂട്ടരും ചർച്ച ചെയ്തേക്കുമെന്ന് ക്രെംലിൻ വക്താവായ ദിമിത്രി പെസ്കോവ് നേരത്തെ അറിയിച്ചിരുന്നു. ഇന്ത്യൻ തൊഴിലാളികളെ റഷ്യയിലേക്ക് മാറ്റുന്നതിനുള്ള സൗകര്യം ഉൾപ്പെടെ നിരവധി കരാറുകളിൽ ഈ സന്ദർശനം ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യൂറോപ്യൻ സാമ്പത്തിക യൂണിയനുമായുള്ള ഇന്ത്യയുടെ നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ചും ചർച്ചകൾ ഉണ്ടായേക്കാം. പ്രധാനമന്ത്രി മോദിയുമായുള്ള ഉച്ചകോടിക്ക് ശേഷം പുടിൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരുക്കുന്ന വിരുന്നിലും പങ്കെടുക്കും. റഷ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ബ്രോഡ്കാസ്റ്ററായ RTയുടെ പുതിയ ഇന്ത്യ ചാനലും പുടിൻ ഉദ്ഘാടനം ചെയ്യും. ഏകദേശം 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നത്. യുദ്ധകാലത്തെ പുടിന്റെ ഈ ഇന്ത്യൻ സന്ദർശനം സ്വാഭാവികമായും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാവും എന്നതിൽ സംശയമില്ല. പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനൊപ്പം തന്നെ ചില കൗതുകമുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അതിലേറ്റവും ശ്രദ്ധ നേടുന്നത് പുടിനൊപ്പം ഇക്കുറി ഇന്ത്യയിലേക്ക് എത്തുന്ന റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനമായ ഓറസ് സെനറ്റ് അഥവാ ലിമോസിനായിരിക്കും. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലോകത്തെ ഏറ്റവും മികച്ച ആഡംബര കാറുകളിൽ ഒന്നാണിത്. സുരക്ഷയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബീസ്റ്റിനോട് കിടപിടിക്കുന്ന റഷ്യൻ നിർമ്മിത വാഹനമാണ് ഇത്. വ്ളാഡിമിർ പുടിന് വേണ്ടി പ്രത്യേകം നിർമ്മിച്ച ഈ കാർ ഓറസ് മോട്ടോഴ്സ് ആണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ ഓറസ് സെനറ്റ് എന്നത് ഒരു ചലിക്കുന്ന കൊട്ടാരം പോലെയാണ്. ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്, കട്ടിയുള്ള കവചമുള്ള വാതിലുകൾ, ആക്രമണ സമയത്ത് വെടിയുണ്ടകളിൽ നിന്നും സ്ഫോടനങ്ങളിൽ നിന്നും സുരക്ഷിതമാക്കുന്ന ബോഡി, ആക്രമണത്തിന് ശേഷമുള്ള ചോർച്ച തടയാൻ കവചിത ഇന്ധന ടാങ്ക്, തീ അണയ്ക്കാനുള്ള അഗ്നി നിയന്ത്രണ സംവിധാനങ്ങൾ, വിഷവാതകത്തിൽ നിന്ന് യാത്രക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള ശുദ്ധവായു വിതരണ സംവിധാനം എന്നിവയെല്ലാം ഈ കാറിനകത്തുണ്ട്. വാതിലുകൾ അടഞ്ഞുപോയാൽ ലിമോസിനിൽ പിൻവശത്തെ ജനാലയിലൂടെ അടിയന്തര എക്സിറ്റ് ഉണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രസിഡന്റിന് ബന്ധം നിലനിർത്താൻ കഴിയുന്ന തരത്തിൽ സുരക്ഷിതമായ ആശയവിനിമയ സംവിധാനവും അതിലുണ്ട്. പോർഷയുടെ സഹായത്തോടെ നിർമ്മിച്ച 4.4 ലിറ്റർ V8 പെട്രോൾ എഞ്ചിനാണ് ഇതിനുള്ളത്. പ്രത്യേകമായി പരിശീലനം ലഭിച്ച പട്ടാളക്കാരാണ് ഈ കാർ സാധാരണയായി ഓടിക്കുന്നത്. 2018-ൽ പുടിന്റെ 4ാമത്തെ പ്രസിഡന്റ് സ്ഥാനാരോഹണ വേളയിലാണ് ഈ കാറും ഉദ്ഘാടനം ചെയ്തത്. നേരത്തെ ചൈനയിൽ നടന്ന SCO ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഈ കാറിൽ സഞ്ചരിച്ചിട്ടുമുണ്ട്. ഇന്ന് വൈകിട്ട് ഡൽഹിയിലെത്തുന്ന റഷ്യൻ പ്രസിഡന്റ് പുടിന് കനത്ത സുരക്ഷയാണ് സർക്കാർ ഒരുക്കുന്നത്. പുടിന്റെ സുരക്ഷയ്ക്കായി 50ഓളം ഉന്നത ഉദ്യോഗസ്ഥർ ഡൽഹിയിലെത്തി. ഡൽഹി പോലീസ്, NSD എന്നിവയുടെ പ്രത്യേക സംഘങ്ങളും സുരക്ഷയ്ക്കുണ്ട്. 5 ലെവലാണ് സുരക്ഷാ സംവിധാനം പ്രതിനിധി സംഘത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവും ഈ സംഘത്തിന്റെ ഭാഗമാകും. ഡൽഹിയിൽ പുടിന്റെ താമസം ITC മൗര്യ ഹോട്ടലിലെ ഗ്രാൻഡ് പ്രസിഡൻഷ്യൽ സ്യൂട്ടിലായിരിക്കും. അമേരിക്കൻ പ്രസിഡന്റുമാരായിരുന്ന ബിൽ ക്ലിന്റണും ബരാക് ഒബാമയുമടക്കം പ്രമുഖർ താമസിച്ചിട്ടുള്ള അതേ സ്യൂട്ടിലാകും പുടിനും താമസിക്കുക. പുടിന്റെ താമസത്തിന്റെ കാലയളവിൽ ആ നില പൂർണ്ണമായും അടച്ചിട്ടിരിക്കും. സ്വകാര്യതയ്ക്കും സുരക്ഷയ്ക്കുമാകും അവിടെ പ്രത്യേക മുൻഗണന നൽകുന്നത്.